ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ യൂബർ യാത്ര ഇന്ന് നമ്മൾ ട്രിപ്പ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക. രാവിലെ തന്നെ, രാവിലെ അല്ല, സമയം 9:30 കഴിഞ്ഞ്, ടൈം വൈകിപ്പോയി. ഇന്ന് ട്രിപ്പ് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, കുറേ ട്രിപ്പ് അടിച്ച്, പക്ഷെ ഒന്നും കിട്ടിയില്ല. എല്ലാം ഈ മാച്ചാണ് അടിക്കണത്. മാച്ച് അടിച്ച് കഴിഞ്ഞാൽ ടവർ വന്നിട്ടുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് ഏറ്റവും അടുത്തുള്ളതിനിട്ടുള്ളൂ. അത് കുറേ കുത്തി, പക്ഷേ ഒന്നും കിട്ടിയിട്ട് ലാസ്റ്റ് കിട്ടിയത് ഇതാണ്. ഇത് ഒരു ആലുവക്കാണ് അടിച്ചാണിത്. ഇതും ഇത്തിരി ഇതാണ്, കുറച്ച് ദൂരമുണ്ട്. 2.8 കിലോമീറ്റർ സംതിങ് ഉണ്ട്. ഇത് നമ്മളുടെ ഏരിയ തന്നെയാണ്. ഇവിടെ നിന്ന് ട്രിപ്പ് അടിച്ച് എറണാകുളം സൈഡിലേക്ക് ഇറങ്ങാടില്ല. ഇത് പഠിച്ചതിന് നമുക്ക് കിട്ടിയേക്കണത് ഇവിടെയാണ്, നമ്മുടെ പറമ്പയം ഭാരത ബെൻസിൻ്റെ ഷോറൂമിൽ പോകാനാണ്. അങ്ങോട്ടേക്ക് ലൊക്കേഷൻ്റെ ആണ്. ഇയാളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിക്ക് ചെയ്ത് ഈ പുള്ളിയുടെ അങ്ങോട്ട് ഇത്തിരി കുറച്ച് ഇടവഴിയാണ്. ആ ഇടവഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ചെറിയ വഴിയാണ്. ഈ വഴി അവിടെ നിന്ന് ഓപ്പോസിറ്റൊക്കെ വണ്ടി വന്നാൽ പണി കിട്ടും. വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇതൊരു ഷോർട്ട് കട്ടാണിത്. കൊങ്ങോർപ്പിൽ നിന്ന് കട്ട് ചെയ്ത് നേരെ മറ്റേ ആലങ്ങാട് പുതിയ റോഡിലേക്ക് പോകാനുള്ള റൂട്ടാണത്. പക്ഷേ ഇതിൽ നോക്കി പോയില്ലെങ്കിൽ പണിയാണ്. വലിയ വണ്ടി കയറിയൊന്നും മാത്രം പ്രശ്നമുണ്ടില്ല. ഞാൻ ആ വണ്ടി അവിടെ നിർത്തിയിട്ടൊക്കെ ആയിരുന്നു. ആ ഫ്രണ്ടിൽ പോണ വണ്ടിയെ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പുറകെ വന്നപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവർ വിട്ടേന്ന് നിർത്തിയിട്ട് ഞാൻ പോകാൻ ഗ്യാപ്പിൽ കയറി. അതുകൊണ്ട് ഇവിടെ ഇത് മറ്റേ കോച്ചിരിക്ക പാലമാണ്. വെയിലാണെങ്കിൽ രക്ഷയില്ല. പുള്ളിനെ പിക്ക് ചെയ്ത് പുള്ളി ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. പുള്ളിനെയും കൊണ്ട് യാത്ര. പുള്ളി യൂബറിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയാണ്. പുള്ളി കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു കേട്ടോ. നല്ല കമ്പനിയായിരുന്നു പുള്ളി. ആ ചേട്ടനായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു. പുള്ളി അവിടെ ഭാരത് ബെൻസിൽ വർക്ക് ചെയ്യാനാണ്. പുള്ളി ഇതിലാന്ന് അവിടുത്തെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാനെന്ന് തോന്നി. അങ്ങനെ സംസാരിച്ചിരുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം ആലങ്ങാട് കഴിഞ്ഞിട്ടുണ്ട്. ആലങ്ങാട് ഇനി കോട്ടപ്പുറത്തോട്ട് കയറണം. കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകണം. ഇതിൽ കയറി കഴിഞ്ഞാൽ നേരെ കയറാം UC കോളേജ് ഫറൂഖ് കോളേജിലേക്ക്. വെയിലാണെങ്കിൽ രക്ഷയില്ല, ഭയങ്കര വെയിലടിക്കണം ആൾക്കാർ. വണ്ടിയിൽ ഇപ്പോൾ AC ഇട്ടിട്ടും തണുക്കണക്കുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ വെയിലടിക്കാണ്. സ്റ്റിയറിങ്ങിൻ്റെ ആ ഭാഗം. ഇതൊരു പെണ്ണാണ്. ഈ പെണ്ണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വട്ടം വെച്ചേക്കണത്. ബാക്കിലൊക്കെ ബ്ലോക്കായിക്കാണ്. ഈ പെണ്ണ് ഇങ്ങോട്ട് ചേർക്കാൻ നോക്കണാണ്. പക്ഷേ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റിച്ച് എന്തോ തിരഞ്ഞടക്കണ പോലെയാണ്. കണ്ണടയൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട്. വേറെ എന്തോ എവിടെ തിരഞ്ഞെടുക്കണം. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി സെമിനാരിപ്പടി ഷോർട്ട് കട്ട് ഉണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണം. UC നിന്ന് കയറണ വഴി ഉണ്ടായി. പക്ഷെ അതിൽ വൺ വേണം. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ പാടില്ല. കയറി കഴിഞ്ഞാൽ പോലീസ് ഫൈൻ അടിക്കും. ഇന്നാൾ കയറിയിട്ട് എനിക്ക് പണി കിട്ടിയാണ് കറക്റ്റായിട്ട്. ഞാനതുകൊണ്ട് ആ വഴി കയറാറില്ല. ഇന്നിപ്പോൾ ഞാനതിലിങ്ങനെ കയറി വന്നത്. റൈറ്റ് സൈഡിൽ ചെക്കിങ് ഉണ്ട്. ഇവിടെയും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഈ വൺ വേയുടെ കൂടെ അവിടെ നിന്ന് കയറി എന്നമാരൊക്കെ പണിയാണ്. ഒരു ബൈക്കാരനിലെ പകുതി വരെ നമ്മൾ തിരിച്ചുകൊണ്ട് അത് രാവിലേക്ക് നോക്കി കയറിയതിന് പണി കിട്ടും. മംഗലപ്പുഴ പാലമൊക്കെ ഏകദേശം പുള്ളിയുടെ സ്ഥലം എത്തി. പുള്ളിയിൽ നമ്മൾ ഇറക്കി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.